UDF-നായി മത്സരിക്കാൻ ഉറപ്പിച്ച് പി കെ ശശി. ഫസ്റ്റ് റിപ്പോർട്ടർ. CPM ബന്ധം ഉപേക്ഷിച്ച് പി കെ ശശി ഒറ്റപ്പാലത്ത് UDF-നായി കളത്തിറങ്ങും. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് വിവരങ്ങൾ. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, എന്താണ് പി കെ ശശിയുടെ നീക്കങ്ങൾ? ഒറ്റപ്പാലം ഉറപ്പിക്കുകയാണ്. വിനീത, പി കെ ശശി ആവർത്തിച്ച് പറഞ്ഞിരുന്നത് CPM വിടില്ല, താൻ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളതാണ്. ഇപ്പോഴിതാ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം പി കെ ശശി എന്തായാലും ചുവട് മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. CPM ബന്ധം ഉപേക്ഷിച്ച് ഒറ്റപ്പാലത്ത് പി കെ ശശി UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും പി കെ ശശി ഒറ്റപ്പാലത്ത് മത്സരിക്കുക. UDF നേതാക്കളുമായി പി കെ ശശി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഒറ്റപ്പാലത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ പി കെ ശശി സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സഹായം തേടിയാണ് ഇപ്പോൾ പി കെ ശശി ഒറ്റപ്പാലത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഇതോടുകൂടി പി കെ ശശി UDF-ലേക്ക് തന്നെ എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. നാളെയാണ് CPM വിമതർ പാലക്കാട് വെച്ചൊരു കൺവെൻഷൻ ചേരുന്നത്. ആ കൺവെൻഷനിൽ പി കെ ശശി പങ്കെടുക്കും, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് നേരെ ഒറ്റപ്പാലത്തേക്കായിരിക്കും പി കെ ശശി എത്തുക. UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് പി കെ ശശി തന്നെ മത്സരിക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നു. പി കെ ശശി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാക്കളുമായും ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന രീതിയിലുള്ള സുപ്രധാന വിവരങ്ങളും ചർച്ചകളുടെ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനീത, ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.